ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൊറിയൻ ഗാർലിക് ചീസ് ബണ്ണിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇനി റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാനിതാ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫൈനലി ചോപ്പ് ചെയ്ത് വളരെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള ഗാർലിക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിതാ അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയിലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ റെസിപ്പി മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഗാർലിക്കും ബട്ടറും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൺ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അതിനായിട്ട് ഞാനിവിടെ ഒരു ബണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്നില്ലേ, അതുപോലെ ക്രോസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ ബണ്ണ് ഇവിടെ ഒരു 4 പ്രാവശ്യം ക്രോസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പം ഞാനിതാ അവിടെ സാധാരണ ചീസാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ക്രീം ചീസ് യൂസ് ചെയ്യുക. പൊതുവേ ഇതിലേക്ക് ക്രീം ചീസ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. സാധാരണ ചീസ് യൂസ് ചെയ്തിട്ടും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഇതിലേക്ക് ക്രീം ചീസാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്രീം ചീസും കുറച്ച് പൊടിച്ച പഞ്ചസാരയും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാലും. അപ്പോൾ ഇതാ ബണ്ണിലേക്ക് ചീസ് മുഴുവനായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ബട്ടറും മല്ലിച്ചപ്പും ഗാർലിക്കും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മിക്സിൽ അത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇതിലേക്ക് സ്പ്രെഡ് ആക്കി കൊടുക്കുക. ഓയിൽ ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ ഇത് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ആക്കി കൊടുക്കുക. പിന്നെ ഇത് സ്പൂൺ വെച്ചിട്ടാണ് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇത് സ്പ്രെഡ് ആക്കി കൊടുക്കാനായിട്ട്. ഒരുപാട് ഹാർഡായിട്ടൊന്നും ഇത് സ്പ്രെഡ് ആക്കി കൊടുക്കരുത്, ബണ്ണ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതിവിടെ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഫ്രൈയിങ് പാനിൽ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ നമ്മുടെ കൊറിയൻ ഗാർലിക് ചീസ് ബൺ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് അതിൻ്റെ റെസിപ്പി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതൊരു 5 മിനിറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഭയങ്കര സോഫ്റ്റും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളിത് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയാൽ വീണ്ടും എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്.